ലക്ഷ്മിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേഷ് കുമാർ സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ പറഞ്ഞു എയിംസ് കൊണ്ടുവരുമെന്ന്. ആദ്യം പറഞ്ഞു തൃശ്ശൂർ കൊണ്ടുവരുമെന്ന്, പിന്നെ പറഞ്ഞു അമ്മ വീട് ആലപ്പുഴയാണ് അതുകൊണ്ട് അവിടെ കൊണ്ടുവരുമെന്ന്, പിന്നെ ഇപ്പം പറയുന്നു തെങ്കാശിയിൽ കൊണ്ടുവരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഒരു കേട്ടറിവും വായിച്ചറിവും വെച്ച് ഞാൻ പറയാണ്, സുരേഷ് ഗോപി സാറാണ് പറഞ്ഞത് നമുക്ക് കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവന്ന് തരാമെന്നുള്ളത്. അദ്ദേഹം അത് നടത്തുമെന്നാണ് ഒരു ബോധ്യം. അതായത് അതെന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിനിവിടെ യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഗണേഷ് കുമാർ സാറിന്റെ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ്. ഗണേഷ് കുമാർ സാറിന്റെ ആ പോയിന്റിന് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സർ കേരളത്തിൽ എയിംസ് കൊണ്ടുവരാം എന്നാണ് സുരേഷ് ഗോപി സാർ പറഞ്ഞത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള എവിടെ ഏത് ഭാഗത്ത് എയിംസ് കൊണ്ടുവന്നാലും ഞാനും ഗണേഷ് കുമാർ സാറും അടങ്ങുന്ന കേരളീയർക്ക് അത് സന്തോഷവും അഭിമാനവും തന്നെയാണ്. അല്ലെന്ന് സാറിന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് എയിംസ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ അതിനൂതന വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എയിംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് എന്നുള്ളൊരു ഖ്യാതിയും കൂടി ഈ പറഞ്ഞ എയിംസിനുണ്ട്. ഇന്ത്യയിൽ 25ലധികം എയിംസുകൾ ഉണ്ടെങ്കിൽ പോലും 2000 സീറ്റുകളാണ് നിലവിൽ ഈ എയിംസിന് ഇപ്പോൾ ഉള്ള 2000-നകത്ത്. അതായത് ഇവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോഴ്സ് എല്ലാം പഠിച്ചിറങ്ങുമ്പോൾ, അതായത് 5 വർഷത്തെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഹോസ്റ്റൽ ഫീസ് അടക്കം 6000 രൂപയ്ക്കുള്ളിലേ വരുള്ളൂ എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഗൂഗിൾ തന്നത് തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. എങ്കിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നീറ്റ് എഴുതി നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേര് ഈ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ള എയിംസുകളിൽ പഠിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് സുരേഷ് ഗോപി സാറ് പറഞ്ഞത്. അതിനെ ഈ 3 പാർട്ടിക്കാരും ചേർത്ത് 2 കൈ നീട്ടി അതിനെ സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ കൊണ്ടുവരണം. അതാണ് വേണ്ടത്. എന്താ കാര്യം എന്നറിയാമോ? സുരേഷ് ഗോപി സാറിന് പ്രഷർ കൊടുക്കണമെങ്കിൽ പ്രഷർ കൊടുക്കണം. നിങ്ങൾ 3 പാർട്ടി കൂടെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം. നിങ്ങൾ 3 പേരും കൂടി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം. അതിന്റെ കാരണം എന്താണെന്നും കൂടെ പറയാം. ഈ പറഞ്ഞ എയിംസ് എന്ന് പറയുന്ന ചികിത്സയുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെയും ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല, എയിംസ് പോലൊരു പ്രസ്ഥാനം കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന നേട്ടം. അതായത് ഈച്ചയും പൂച്ചയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും ഇതിനെ തെരഞ്ഞെടുക്കുന്നത്. ആരും പേരും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും എയിംസിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കാരണം 1000-ലധികം ഏക്കർ വേണ്ടി വരും ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടാകാവുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ അത് തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു മുട്ടുസൂചി അടക്കമുള്ള കാര്യങ്ങളിൽ പൈസ വന്ന് തുടങ്ങും. അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് തുടങ്ങും. ആ മേഖലയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ഖജനാവിലേക്ക് പൈസ ഒഴുകും എന്നാണ്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കുടപ്പനക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ദൂരദർശൻ കേന്ദ്രം ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നല്ലാതെ ഇതിന് വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ എരപ്പുഴി എന്ന് പറയുന്ന ആ സ്ഥലത്തൂടെയൊക്കെ നടന്നൊന്നും പോകാൻ പറ്റൂല. അത്രയ്ക്കും വലിയ കാടുമലയും അങ്ങനത്തെ കാടുമലയല്ല, ഒരു കുന്നൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. എങ്ങനെ മാറിയെന്നറിയാമോ? നമ്മുടെ സിവിൽ സ്റ്റേഷൻ, തിരുവനന്തപുരം സിവിൽ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് വന്നു, കുടപ്പനക്കുന്നിലേക്ക്. ഒരു ബസ് പോയി പിന്നെ ഒരു ബസ് പേരൂർക്കട തിരുവനന്തപുരം പേരൂർക്കട കിഴക്കേക്കോട്ട മരുദൂരി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് വരെ ഇന്ന് ചറപറ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സുമാണ്. കാരണം ഒരു നഗര ഹൃദയമായി മാറി കുടപ്പനക്കുന്ന്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കുടപ്പനക്കുന്ന് അങ്ങനെയല്ല, ആളും പേരും അധികം ഇല്ലാത്തൊരു സാധാരണ ഗ്രാമമാണ് കുടപ്പനക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. അതിന് വന്ന മാറ്റമാണ്. അതായത് ഒരു ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം ഒന്ന് അങ്ങോട്ട് മാറ്റിയപ്പോൾ വന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഒരു സംസ്ഥാനത്തിലേക്ക് ഒരു വലിയ പ്രസ്ഥാനം വരുന്നത്. ആ പ്രസ്ഥാനം കൊണ്ടുവരുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതാണ്. ഈ ഒരു സ്ഥാപനം റണ്ണിങ് ആയി കഴിഞ്ഞാൽ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവിടെ വന്നു പോകുന്ന പേഷ്യൻസും അത് റിസർച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം കുറഞ്ഞത് ഒരു 1,00,000 ആൾക്കാർ അവിടെ ഒരു ക്രയവിക്രയത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ക്രയവിക്രയം നടത്തുമ്പോൾ കിട്ടുന്ന സാമ്പത്തിക നേട്ടം എന്താണ് നമുക്ക്? അപ്പോൾ ഈ എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും സുരേഷ് ഗോപി BJP അങ്ങനെ ഒരു പേരേ അല്ല. അത് കേരളത്തിന്റെ നേട്ടമാണ്. ഇന്നിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഗണേഷ് കുമാർ സാർ അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ ഉണ്ട്, കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും കേന്ദ്രത്തിനോട് കൈനീട്ടിക്കൊണ്ടിരിക്കുക. കൈ നീട്ടേണ്ട അവസ്ഥയാണ്. കാരണം മന്ത്രിമാർക്ക് കാര്യങ്ങൾ നടത്തണ്ടേ? അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ? അവർക്ക് ജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണ്ടേ? പക്ഷെ പൈസ വേണം.
ഇതെല്ലാം കേന്ദ്രം തന്നാലേ നമുക്ക് പറ്റൂ എന്ന് പറയാം. അവർ തരണ്ടേ? അവർക്ക് തരാൻ സൗകര്യം ഇല്ലെങ്കിൽ അവർ തരില്ല. നമുക്ക് ഇവിടെ അവഗണനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? മന്ത്രിമാർക്ക് ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ? സാലറി കൊടുക്കണ്ടേ? സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? വിദ്യാഭ്യാസ മേഖലയെ നോക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയും എന്താണ് തടസ്സം? വരുമാനമില്ലായ്മയാണ്. നമുക്ക് ആകെയുള്ള ഒരു ഇൻകം സോഴ്സുകൾ എന്താണ്? കള്ളും പിന്നെ ലോട്ടറി. ഒരു സംസ്ഥാനത്തിന്റെ ഇൻകം സോഴ്സസ് ആണ്. അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും അതിന് ഉത്തരവാദികളാണെന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലും ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാനോ എന്തെങ്കിലും ഐഡിയ ഷെയർ ചെയ്യാനോ അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാനോ വോട്ടർമാരായ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല. അപ്പൊ സർക്കാരിന്റെ കുറ്റമല്ല അത്. നമ്മൾ പബ്ലിക്കിന്റെ ഭാഗത്തും കുറ്റമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പബ്ലിക് ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ അടിയുണ്ടാക്കി അത് പൂട്ടിക്കാനാണ് മറ്റേ ഈ പറഞ്ഞ സർക്കാരിന്റെ ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ സർക്കാരും ശരി തന്നെ, ഞാൻ അടങ്ങുന്ന വോട്ടേഴ്സും റെഡി തന്നെ ശരി തന്നെ. നമ്മൾ രണ്ട് കൂട്ടരും തന്നെയാണ് നമ്മുടെ ഇത്രയും നല്ലൊരു സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. ജനങ്ങളും നന്നാവണം, ഞാനടക്കമുള്ള ജനങ്ങളും നന്നാവണം, സർക്കാരുകളും നന്നാവണം. എങ്കിൽ മാത്രമേ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി പറയണം, ഇനി പബ്ലിക്കാണ് പറയേണ്ടത്. എത്രത്തോളം പ്രഷർ കൊടുത്ത് എത്രത്തോളം സപ്പോർട്ട് കൊടുത്ത് സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് സുരേഷ് ഗോപി സാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് എയിംസ് കൊണ്ടുവന്ന് തരുന്നു. അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം. അത് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാം. ഓക്കെ?